ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും കനകദുർഗേനെയാണ്. അങ്ങനെ നന്ദുവും കനകദുർഗയും നമ്മുടെ ദേവയാനിനെ ഒന്ന് കാണാനൊക്കെ പോയിട്ട്, ഓപ്പറേഷനൊക്കെ ആണല്ലോ, അപ്പൊ കാണാനൊക്കെ പോയിട്ട് ഇറങ്ങി വന്നു. ദേവയാനിയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് ഇറങ്ങി വന്നു എന്ന് പറയുന്നതല്ലേ അതിൻ്റെതായ ഒരു ശരി. ഏതായാലും ഇറങ്ങി വന്നിട്ട് നമ്മുടെ ആദർശിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, മോന്റെ അമ്മ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. മോന്റെ അമ്മ ഇപ്പോഴും നയനമോളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നെങ്കിലും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതിനെയും അതുപോലെ തന്നെ വേണുവും അനാമികയെയും കൂടെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വേണുവും അനാമികയും കൂടെ ചേർന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ വേണു ഹോസ്പിറ്റലിന്റെ അകത്ത് കയറുന്നില്ല. വേണു ഹോസ്പിറ്റലിന്റെ വെളിയിൽ നിന്നുകൊണ്ട് തന്നെ അനാമികനെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റി വിടുകയാണ്. അപ്പൊ ഓപ്പറേഷനൊക്കെ ആണല്ലോ, ഓപ്പറേഷന് മുൻപ് നമുക്കൊന്ന് പോയി കാണണമല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ രേവതി ഉണ്ട്. അപ്പം ആദ്യം ഇറങ്ങി വന്നത് വേറെ ആരുമല്ല, നമ്മുടെ അനാമിക തന്നെയാണ്. അപ്പൊ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നത്, അവിടെ നമ്മുടെ അനിയും വന്നു. ആ ഒരു സ്പോട്ടിൽ തന്നെ അനിയും വന്നു കേട്ടോ. ഈ കഷ്ടകാലം വരുമ്പോ വണ്ടി വിളിച്ചു പറയുന്ന പോലെ നമ്മുടെ അനിക്ക് കഷ്ടകാലമാണ് മൊത്തം. അപ്പൊ അതുകൊണ്ട് തന്നെ അനിയും ആ ഒരു സമയത്ത് വന്നു. അപ്പൊ അനി വന്ന സമയത്ത് അവിടെ നമ്മുടെ നന്ദു ഉണ്ട്, കനകദുർഗയുണ്ട്, നന്ദു ഉണ്ട്. അപ്പം അനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരോട്. എപ്പ വന്നു, എന്താ നന്ദു നീ പിന്നെ പോയിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ അനാമിക കയറി വരുന്നത്. അനാമിക കയറി വന്ന് പിന്നെ പറയാനുണ്ടോ എന്തെങ്കിലും? പിന്നെ നമ്മുടെ അനിയുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ അനാമിക അവിടുന്ന് പോകുന്നത്. വേണ്ടാത്ത കാര്യമൊക്കെ വിളിച്ചു പറയാണ്. അപ്പൊ ഇതൊക്കെ ഒരു പരിധി കൂടുതൽ ഒരു ആണ് കേട്ട് നിൽക്കും. അതിര് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ നശിച്ചു പോകും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ക്ഷമ നശിച്ചു പോകും. അങ്ങനെ നമ്മുടെ നന്ദുവിനെയും കനകദുർഗേനെയും അവിടെ കണ്ടിട്ട് അനാമിക പറയുന്നത് കൂട്ടിക്കൊടുപ്പാണ്, തള്ള മകളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കേട്ടോണ്ട് നിൽക്കുവോ? അതും പ്രത്യേകിച്ച് മനസ്സാൽ വാചാ കർമ്മമാണ് അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ട് നിൽക്കില്ല. അനിയാണെ കുറെ പറഞ്ഞു, അനാമികയെ നീ വേണ്ടാത്ത കാര്യം പറയരുത്, നീ അനാവശ്യമാണ് സംസാരിക്കുന്നത്, നീ വല്യമ്മേനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ വല്യമ്മേനെ കണ്ടോണ്ട് പൊക്കോണം, അല്ലാതെ ഈ ഹോസ്പിറ്റലിൽ ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അത് അനാമികയെ നീ അല്ലെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയാം, അല്ലെങ്കിലും നീ ഇപ്പം എന്നിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഇവക്ക് വേണ്ടിയല്ല, ഇവള് നിന്റെ അടുത്ത് വരുന്ന അറിയാം നിനക്ക്. അല്ലെങ്കിലും എനിക്കറിയാലോ, ഇവളുടെ അമ്മയും ഇവളുടെ ചേച്ചിമാരൊക്കെ കൂടി ചേർന്നുണ്ടല്ലോ ഇവളെ നിന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നത്. അനന്തപുരി തറവാട്ടിലെ സ്വത്ത് കണ്ടിട്ടാ അതിനു വേണ്ടി തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവളുടെ ചേച്ചി ഇപ്പൊ ഇവിടെ ഇല്ല. ഇവളുടെ ചേച്ചി പോയ സമയത്ത് തന്നെ നോക്കി ഇവളും ഇവളുടെ അമ്മയും വരണമെങ്കിൽ, അതും ആദർശമായിട്ട് ഇല്ലാത്ത സമയത്ത് നോക്കി വരണമെങ്കിൽ എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയാലോ. ഒന്ന് നീ വന്നപ്പോ ഞാൻ നല്ലത് പറഞ്ഞതല്ലേടി എന്നൊക്കെ ഇങ്ങനെ പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടങ്ങ് രോക്ഷാകുലനാകുക എന്നൊക്കെ പറയല്ലേ, ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അനി നിൽക്കുന്നത്. അങ്ങനെ ദേഷ്യത്തിന്റെയും എന്താ പറയാ വലിയൊരു ഇതിന്റെ ആ ഒരു എന്താ എക്സ്ട്രീം ലെവൽ അങ്ങോട്ട് നമ്മുടെ അനി എത്തി. പിടിച്ചാ കിട്ടിയില്ല, അനിക്ക് തന്നെ പിടിച്ചാ കിട്ടിയില്ല. അനി എന്ത് ചെയ്തു? നമ്മുടെ അനാമികയ്ക്ക് ഒരു 1.5 പൊട്ടീര് വെച്ച് കൊടുക്കാണ് കേട്ടോ. പൊട്ടീരെന്ന് പറഞ്ഞാല് 5 വിരളും പതിയുന്ന രീതിയിലുള്ള ഒരു പൊട്ടീര നമ്മുടെ അനാമികയ്ക്ക് കിട്ടുന്നത്. ഏതായാലും ഈ പൊട്ടീര് കൊണ്ട് നമ്മുടെ അനാമികയുടെ ഇളക്കവും തീരുവോ? നമ്മുടെ അനാമികയുടെ ചൊറി മാറുമോ എന്നൊക്കെ ചോദിച്ചാൽ മാറുന്നില്ല. എങ്കിലും ഒരെണ്ണം കൊടുത്തല്ലോ, അത് തന്നെ നല്ല കാര്യം എന്ന് വേണം പറയാന്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ഒരു പൊട്ടീരാണ് കൊടുക്കുന്നത്. നീ എന്നെ തല്ലിയല്ലേടാ, നീ എന്നെ തല്ലിയല്ലേ, എന്റെ അച്ഛനും അമ്മയും പോലും ഇതുവരെ എന്നെ തല്ലിയിട്ടില്ലടാ എന്നൊക്കെ പറയുമ്പോ അതിന്റെ കുറവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ അനാമിക നേരെ പോയി വേണുവിനോടും രേവതിയോടും കാര്യം പറഞ്ഞു. ഓഹോ, അവരത്രയ്ക്കായല്ലേ, അപ്പൊ അവൻ തല്ലി, നമ്മുടെ മോളെ തല്ലിയല്ലേ, അപ്പൊ കുടുംബത്തിൽ പ്രശ്നം തുടങ്ങിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം വേണം അതിരൂക്ഷമാക്കി മാറ്റാന്. കിട്ടിയ അവസരം ഇത് പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അനന്തപുരി തറവാട്ടിലേക്ക് അങ്ങ് ചെല്ലണം. എന്തിന്? പരാതിയും പരിഭവമായിട്ട് അവിടെ ചെന്നിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഏതായാലും തന്തേ മോളും തള്ളയും കൂടെ നേരെ എല്ലാ കെട്ടും കെട്ടി പിറക്കെ കെട്ടി പോവുകയാണ് ഇങ്ങോട്ടേക്ക്, അനന്തപുരി തറവാട്ടിലേക്ക്. ഈ സമയത്ത് കനകദുർഗയും നന്ദുവും പറഞ്ഞു കേട്ടോ, ഇത് വേണ്ടായിരുന്നു മോനെ, ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ അനിയോട്. അപ്പൊ അനി പറഞ്ഞു, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ആന്റി, ഞാൻ സഹിച്ച് ഞാൻ മടുത്തു.
ഈ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ കാരണം എന്റെ സമാധാനം നഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് എന്റെ നയനേടത്തി കാരണം. നയനേടത്തിക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നു. എങ്കിൽ പിന്നെ നയനേടത്തി ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നന്ദുവിനെ എനിക്ക് വിട്ടു തരുമായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ഗതികേട് വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടുന്ന് പോയി. ഏതായാലും കനകദുർഗയ്ക്കും വല്ലാണ്ട് അങ്ങ് ആയിപ്പോയി. ഒരിക്കലും ചെയ്യണ്ട. ഈ അടിക്കുന്നതൊക്കെ അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ലല്ലോ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തല്ലുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ല കാര്യമല്ല. അത് എന്തു ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ, അങ്ങനെ തല്ലുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കനകദുർഗ അതിനെ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ അനി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, സത്യത്തില് അനി തല്ലിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ തല്ലിയാനെ. ഞാൻ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇച്ചിരി കൂടെ രൂക്ഷമായേനെ. അതുകൊണ്ട് അനി തല്ലിയത് നന്നായി എന്ന് തന്നെ പറയുന്നത്. അപ്പൊ നമ്മുടെ ആദർശ് വരുന്നു. ആദർശ് വന്നിട്ട് ആദർശിനോട് ഈ വക കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആദർശ് എന്തും മറുപടി പറയാനാ? തലവേദനയായിട്ട് ടെൻഷനുമായിട്ട് നടക്കുന്ന നമ്മുടെ ആദർശ് പറഞ്ഞു, എന്ത് ചെയ്യാനാ? അവൻ അങ്ങനെ ഒരു അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ പെണ്ണുങ്ങളെ തല്ലുന്ന കൂട്ടത്തിലൊന്നും ഉള്ളതല്ല. അവൻ എന്നെ പോലെ തന്നെയാ. അവൻ എന്റെ കൂടെ നടന്ന് ഞാൻ പറയുന്നത് നോക്കി കണ്ട് ചെയ്ത് അവൻ എന്റെ ഒരു പ്രകൃതമാണ്. ഞാൻ ഇതുവരെ പെണ്ണുങ്ങളെ തല്ലിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തവണ ഞാൻ നയനെ അങ്ങാണ്ട് തല്ലി. അത് അറിയാതെ പറ്റിപ്പോയതാ. അതുപോലെ ഇത് അറിയാതെ പറ്റിയതൊന്നുമല്ല. അവക്ക് ഒരെണ്ണത്തിന്റെ അല്ല, 2 കുറവുണ്ട്. അവള് എന്തൊക്കെയോ ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. അതുമല്ല, അവനെ ക്ഷമയുടെ നെല്ലിപ്പലക എത്തി നിൽക്കുക. അതുപോലെ അവന്റെ കുടുംബജീവിതം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേരേണ്ടത് തമ്മിൽ ചേർത്തില്ലെങ്കിൽ ഇതിനപ്പുറം ഉണ്ടാകും. പിന്നെ ചേരേണ്ടത് തമ്മിൽ ചേർത്തില്ലെന്ന് പറഞ്ഞാലും ഇനിയിപ്പൊ ചേർന്ന് പോകണമല്ലോ. ഇവരുടെ ദാമ്പത്തിക ജീവിതം എത്ര നാളും മുന്നോട്ടേക്ക് പോകുമെന്നോ എത്ര ഇതാകുമെന്നോ എന്നൊന്നും എനിക്ക് അറിയില്ല. എങ്കിലും പരമാവധി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തന്നെയാ ഞാനും ഈ പറയുന്ന നയനിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഏതായാലും ഇനിയിപ്പോ ഇതിന്റെ പേരില് അനാമികയുടെ അമ്മയും അച്ഛനും ഒക്കെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും അവരുടെ കുടുംബജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഉടനെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദുവിനും ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതി പറയാനായിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് തന്തയും തള്ളയും മോളും കൂടെ. ഏതായാലും അവിടെ ചെന്ന ഉടനെ നമ്മുടെ അനാമികനെ കണ്ടതും പെട്ടെന്ന് ചോദിക്കുകയാണ്. വേറെ ആരുമല്ല ചോദിക്കുന്നത്, ജാനകി, മോളെ എന്താ പറ്റിയത്? മോളുടെ കവിളിനെന്താ? മോളുടെ കവിളില് 5 വിരൽ പതിഞ്ഞിട്ടുണ്ടല്ലോ. മോളെ ആരാ തല്ലിയത്? ആരാ തല്ലിയതെന്ന് അറിയണമല്ലേ? അതെ ജാനകി, ഇത് വേണ്ടായിരുന്നു. ഇതൊട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ മോളെ ഉണ്ടല്ലോ ഒരു അടി പോലും കൊടുക്കാതെ ഞങ്ങൾ വളർത്തിയത്. ഇവള് ഞങ്ങളുടെ ഒറ്റ മകളാണെന്ന് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് വേണു. അപ്പം രേവതി പുറകെ ചെല്ലുകയാണ്. അത്രയ്ക്കായോ? എന്റെ മോള് എന്ത് തെറ്റ് ചെയ്തിട്ടാ തല്ലിയത്? എന്റെ മോള് തെറ്റൊന്നും ചെയ്തില്ല. എന്റെ മോള് കാണേണ്ട കാര്യങ്ങളല്ല കണ്ടത്. കാണേണ്ടാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിച്ചു പോവും. അതേതൊരു ഭാര്യയും പ്രതികരിച്ചു പോവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജാനകിയുടെ ഭർത്താവ് അനിയുടെ അച്ഛൻ വേറൊരു പെണ്ണിന്റെ കൂടെ വേറൊരു സ്ത്രീയുടെ കൂടെ കണ്ടാല് ജാനകി സഹിക്കുവോ? അതുപോലെ തന്നെയാ എന്റെ മോള് സഹിച്ചു മടുത്തു. എന്റെ മോള് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാല് അവിടെ പ്രതികരിക്കും. അവിടെ എന്റെ മോൾക്ക് വരുന്നത് എന്താ? എന്റെ മോളെ എല്ലാവരും എന്താ വട്ട് കളിപ്പിക്കുകയാണോ? എന്റെ മോളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പ് അത് പറയണമായിരുന്നു. അല്ലാതെ ഇപ്പോഴല്ല അത് പറയേണ്ടത്. ഇതിനൊന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയില്ലേ. പറയാനുണ്ടോ? രേവതിയുടെ വേണുവിന്റെ നാക്കാണല്ലോ അനാമികയുടെ അച്ഛനും അമ്മയല്ലേ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണല്ലോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഓഹോ, അവൻ അത്രയ്ക്ക് അഹങ്കാരോ? അവൻ തല്ലിയല്ലേ? വീണ്ടും അവള് വന്നോ? അവള് കുടുംബത്തോടെ ഇറങ്ങിയേക്കുക എന്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി. അവക്ക് ഇതുവരെ ചെയ്തു കൂട്ടിയതൊന്നും പോരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ടിട്ട് ജലജ അരിവും മൂലോ അറ്റവും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയല്ലോ ജലജയ്ക്ക് എരിവ് കയറ്റി കൊടുക്കാനായിട്ട്. അങ്ങനെ ജലജയും ഇങ്ങനെ പോത്തിനോട് വേദം ഓതുന്ന പോലെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും ഓരോ കാര്യങ്ങള്. ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ, നമ്മുടെ ജാനകിക്ക് ദേഷ്യം കൂടും. അങ്ങനെ ജാനകി ആണെങ്കിൽ അവനിങ്ങ് വരട്ടെ 2 പറയുന്നുണ്ടെന്നൊക്കെ പറയാം. ഇത് മൂർത്തി മുത്തശ്ശനും വസന്തരയും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രശ്നമാകും. ഒരിക്കലും മൂർത്തി മുത്തശ്ശൻ തല്ലുന്നതിന് കൂട്ടു നിൽക്കുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വേറൊരു പ്രശ്നമായിട്ട് മാറും. അപ്പൊ ഈ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ വേറൊരു കാര്യം പറയാണ്. അപ്പൊ ഈ നയനയോടുള്ള കൂടുതൽ ദേഷ്യം ഉണ്ടല്ലോ ഇപ്പം ജാനകിക്ക്. അപ്പം ജാനകിക്ക് ഭയങ്കര ദേഷ്യമാണ് നയനയോട്. അപ്പൊ ആ ഒരു ദേഷ്യം മാറ്റണമെങ്കിൽ വേറെ ഒന്നും അല്ല ഇനിയുള്ളത്. നമ്മുടെ കനകദുർഗ തന്നെയാണ് പറയുന്നത്. കനകദുർഗയെ നന്ദുവും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ജാനകി ആന്റി പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അനിയുടെ അമ്മ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നയനേച്ചി ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയുവാണെങ്കിൽ ഒരുപക്ഷെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കൂലേ.
അനിയല്ല നന്ദുവിനെ, നന്ദുവിനല്ല സോറി, നമ്മുടെ അനാമികേനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുവല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് വഴി നോക്കിക്കൂടെ ആദർശ് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആദർശ് പറയുന്നുണ്ട് അതൊരിക്കലും ശരിയാകുന്ന നടപടിയല്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദേഷ്യം എന്റെ അമ്മയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ദേഷ്യം നയനയോടിപ്പം ചെറിയമ്മയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകുന്നൊന്നും അറിയില്ല. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാനകി ചെറിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വിവരം എന്റെ അമ്മയും അറിയും, പിന്നെ പ്രശ്നമാകും. അതുകൊണ്ട് വേണ്ട, ഇത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട ഒരു വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നാളെ കറക്റ്റ് 7:30 ആകുമ്പം നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരും. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാണുന്നവർ തന്നെ വീണ്ടും നമ്മുടെ ചാനൽ തുടർന്ന് കാണുകയും കമന്റ്സ് തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കളയുകയാണെന്നല്ല, നിങ്ങളുടെ വിലപ്പെട്ട സമയമാണല്ലോ നമുക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്നതും. നിങ്ങൾക്ക് അതിൽ നിന്നും എന്താ പറയുക, ഒരു ആസ്വാദനം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത് കാണുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടത് എന്റെ അവകാശമാണ്. അപ്പൊ എന്റെ അവകാശമല്ല, എന്റെ ആ ഒരു ഇതാണ്. അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോ കൂടുതൽ പറഞ്ഞ് ഞാൻ കുളവാക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റിലൂടെ പറഞ്ഞാൽ മതി. നമുക്ക് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാട്ടോ. പിന്നെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് എപ്പിസോഡ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ ഞങ്ങൾ പുതിയൊരു ചാനലിൽ ഇടുന്നുണ്ട്. പുതിയ ചാനലല്ല, കുറച്ചായ ചാനൽ തന്നെയാണ്. അതിൽ നമ്മൾ ഗൗതമിന്റെയും നന്ദയുടെയും കഥയാണ് എന്നും ഇടാറുള്ളത്. പക്ഷെ നമ്മളിപ്പം നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് എപ്പിസോഡ് നമുക്ക് ഇതിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റീച്ച് കിട്ടണമെങ്കിൽ നമുക്കൊരു 2 വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് നല്ലത് ഒരു ചാനലിൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ ചാനൽ ചെയ്യാതെ നമ്മൾ റിയൽ സ്റ്റോറിയിൽ ചെയ്യുന്നത്. അപ്പൊ റിയൽ സ്റ്റോറി ഒന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് കിട്ടും. താല്പര്യമുള്ളവരാണെങ്കിൽ, കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.